ഉദയംപേരൂർ കണ്ടനാട് സ്കൂൾ കെട്ടിടം തകർന്ന് വീണ സംഭവത്തിലേക്ക് അവിടെ സ്നേഹാമോൾ എത്തിയിട്ടുണ്ട്. അവിടെ JB സ്കൂളിലെ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നിടത്ത കെട്ടിടമാണ് തകർന്നു വീണത്. ഉച്ചസമയമല്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായിട്ടുണ്ട്. സ്നേഹ, വലിയ ദുരന്തം പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു അപകടവുമില്ലാതെ വന്നതിനകത്ത് വളരെയധികം സന്തോഷം തോന്നുന്നു. എന്താണ് ഇത് അപകടത്തിന് കാരണമായിട്ടുള്ളത്? മറ്റ് വിവരങ്ങൾ എന്തെല്ലാമാണ്? മാർഷൽ, തീർച്ചയായും കെട്ടിടത്തിന്റെ പഴക്കം തന്നെയാണ് അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. പ്രീ പ്രൈമറി സ്കൂൾ, അതായത് അംഗനവാടി പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടമാണിത്. അംഗനവാടിയിൽ ആകെ 6 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 9:30 കൂടി, രാവിലെ 9:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഭാഗ്യമെന്ന് പറയട്ടെ, 2 കുട്ടികൾ മാത്രമായിരുന്നു ഇവിടെ എത്തിയിരുന്നത്. പക്ഷേ കുട്ടികളൊന്നും ഈ കെട്ടിടത്തിന് ഉള്ളിൽ ആ സമയത്ത് പ്രവേശിച്ചിരുന്നില്ല. ആയെയും പുറത്തായിരുന്നു എന്ന് തന്നെയാണ് മാതാപിതാക്കളൊക്കെ തന്നെയും നമുക്ക് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാം. ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ കെട്ടിടത്തിൻ്റെ പഴക്കം എത്രമാത്രമുണ്ട്, എത്രത്തോളം വലിയ ഒരു അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫാനുകൾ ഉൾപ്പെടെ എല്ലാം തകർന്നു കിടക്കുന്ന നിലയിലാണ്. ഇനിയും നമുക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാരണം ഒരു ഭാഗം കൂടിയുണ്ട്, അത് ഏത് സമയവും തകർന്നു വീഴാറായ നിലയിലാണ് ഇരിക്കുന്നത്. ഏതായാലും 200 വർഷമാണോ ഈ പഴക്കമുള്ളത്, അതോ സ്കൂൾ കെട്ടിടം അപ്പാടെ ഈ പറയുന്ന ശോചനീയാവസ്ഥയിലാണോ? അല്ല മാധു, ഇവിടെ പ്രവർത്തിച്ചിരുന്നത് അംഗനവാടിയാണ്. 6 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പിന്നിൽ 1 മുതൽ 4 വരെ ക്ലാസ്സുകളുള്ള സ്കൂള് ഉണ്ട്. അത് പുതിയ കെട്ടിടമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് പണിത് ഏതാനും വർഷങ്ങളാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികളെല്ലാം സുരക്ഷിതരാണ്. അവിടെ നിലവിൽ ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഈ തകർന്ന കെട്ടിടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്, അതായത് അംഗനവാടിയിലെ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ തന്നെ ഇവിടെ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ അപകടത്തെ തുടർന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണിവർ. മാതാപിതാക്കളൊക്കെ തന്നെയും പ്രദേശവാസികളൊക്കെ തന്നെയും നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് സ്കൂൾ അധികൃതരും അവിടെ എത്തിയിരിക്കുന്ന രക്ഷിതാക്കളും ഒക്കെ പറയുന്നത്? തീർച്ചയായും അത് നമുക്ക് ഈ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കുക, ഇറങ്ങുക തുടങ്ങിയവ കെട്ടിടത്തിനകത്ത് നിന്നുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് സ്നേഹ നടത്തണ്ട, മറിച്ച് പുറത്തേക്ക് ഇറങ്ങി രക്ഷിതാക്കൾ അല്ലെങ്കിൽ അതിന് കാരണം എന്താണ് എന്നുള്ളതൊന്ന് അന്വേഷിക്കുക. നമുക്കൊരു പ്രതികരണം ലഭ്യമാണ്. അതെ, ഇത് എത്ര വർഷം